ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ നമ്മുടെ ഷോർട്ടിൽ പറഞ്ഞതുപോലെ വൺ തോട്ട് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ? ഒരു ചിന്ത നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കും. ജീവിതം മാറ്റാനായിട്ട് വലിയ പണമോ വലിയ ബന്ധങ്ങളോ ആവശ്യമില്ല. ഒരു പുതിയ ചിന്ത മാത്രം മതി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ചിന്ത പലരുടെയും ജീവിതം മാറ്റിയിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. ഒരു ചിന്തയിൽ നിന്നുള്ള ആ ഒരു തുടക്കം, അത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ജീവിതവും മാറ്റാനായിട്ട് കഴിയും. ഒരു ചെറിയ ഗ്രാമത്തില് 2 കർഷകരുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരു ദിവസം കനത്ത മഴ കാരണം കൃഷിയെല്ലാം നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. നശിച്ചു പോയ ഒരവസ്ഥ ഉണ്ടായി. ആദ്യ കർഷകൻ അവനോട് തന്നെ പറഞ്ഞു, എനിക്കിത് മോശം സമയമാണ്, എനിക്ക് ഭാഗ്യമില്ല, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഞാൻ ചെയ്തു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ ആവത്തുള്ളൂ, ഇതെന്റെ വിധിയാണ്. അയാള് ജോലി നിർത്തി. രണ്ടാമത്തെ കർഷകൻ ഒരു നിമിഷം ഒന്ന് വിഷമിച്ചു. പക്ഷേ പിന്നെ അവൻ സ്വയം ചോദിച്ചു, ഈ നഷ്ടം എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്? ഇതിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അടുത്ത വർഷം അവൻ ആ വെള്ളപ്പൊക്കത്തെ മറികടക്കുന്ന രീതിയിൽ അവന്റെ കൃഷി വികസിപ്പിച്ചു. ആ ഒരു രീതി അവൻ മാറ്റി. വെള്ളപ്പൊക്കത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കൃഷി രീതികൾ അവൻ അവലംബിച്ചു. പിറ്റേ വർഷവും മഴ വന്നു. ഈ തവണ അവന്റെ കൃഷി രക്ഷപ്പെട്ടു. മറ്റുള്ളവരുടെ കൃഷികളെല്ലാം നശിച്ചു പോയപ്പോൾ അവന്റെ ആ ഒരു ചിന്ത അവന്റെ ആ കൃഷിയെ സംരക്ഷിച്ചു. ഇതിൽ വ്യത്യാസം എന്തായിരുന്നു? പണമോ ഭാഗ്യമോ അല്ല അല്ലെ, അവന്റെ ഒരു ചിന്തയായിരുന്നു. ഇതിനകത്ത് ഫസ്റ്റ് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചു? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആദ്യത്തെ കർഷകൻ സ്വയം ചോദിച്ചു അല്ലെ. രണ്ടാമത്തെ കർഷകൻ എന്താണ് ചെയ്തത്? എന്താണ് ചോദിച്ചത്? ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്? എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ കയ്യിലാണ് അല്ലെ. നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ ആ ചോദ്യം? ഇതെനിക്ക് എൻ്റെ പുതിയ കഴിവുകൾ പഠിക്കാനായിട്ട് എനിക്ക് തന്ന അവസരമാണോ? ഇനി അടുത്ത ഏത് സ്കില്ലാണ് എനിക്ക് പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ ഇനി അടുത്ത ഏത് മേഖലയിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടുന്നത്? അടുത്ത ഏത് മേഖലയിലെ ഹയർ ജോബാണ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ബിസിനസ് പരാജയപ്പെട്ടോ? അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ളത് എന്താണ്? ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനായിട്ട് പറ്റും? എൻ്റെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആരെങ്കിലും നിങ്ങളെ അവോയ്ഡ് ചെയ്തോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നിരസിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്താണ് ചോദിക്കാനുള്ളത്? ഇതെന്നെ കൂടുതൽ ശക്തനാക്കാനായിട്ട്, എനിക്ക് കൂടുതൽ കരുത്താർജിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പ്രപഞ്ചശക്തി കൊണ്ടുതന്ന അനുഭവമാണോ? അതാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. ഓരോ ചോദ്യത്തിന് പിന്നിലും ഒരു പാഠമുണ്ട്. ഓരോ പ്രശ്നത്തിന് പിന്നിലും ഓരോ പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് കണ്ടെത്തുന്നവര് അവര് മുന്നോട്ട് പോകും. പ്രശ്നത്തെ മാത്രം നോക്കുന്നവര്, പ്രശ്നങ്ങളെ മാത്രം കാണുന്നവര് അവർ അവിടെ തന്നെ നിൽക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈഫ് ഹാപ്പൻസ് ഫോർ യു, നോട്ട് ടു യു. മനസ്സിലായോ? 3 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രശ്നം വന്നാൽ, ഒരു പ്രശ്നം നമ്മളിലേക്ക് കടന്നു വന്നാൽ ആദ്യം നമ്മൾ ശാന്തരാകുക. ഉടനെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പുതിയ കഴിവ് നിങ്ങൾ പഠിക്കുക, ഒരു പുതിയ സ്കില്ല് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു പുതിയ ശീലം നിങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു പുതിയ തീരുമാനം നിങ്ങൾ എടുക്കുക. മനസ്സിലായോ? ഒരു ചെറിയ മാറ്റം കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമ്മളൊരു പുതിയ കഴിവ് പഠിക്കണമെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുക. അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. സിമ്പിൾ അല്ലേ? നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ജീവിതം മാറ്റുന്നത് സാഹചര്യങ്ങളല്ല, സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. ഒരു ചിന്ത മാറുമ്പോൾ ഒരു തീരുമാനം മാറും അല്ലേ? ഒരു തീരുമാനം മാറുമ്പോൾ ഒരു ശീലം മാറും.
ഒരു ശീലം മാറുമ്പോൾ ഒരു ജീവിതം തന്നെ മാറും. കണക്റ്റഡാ, ഇന്റർ കണക്റ്റഡാ എല്ലാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ജീവിതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വീഡിയോകൾക്ക് തീർച്ചയായിട്ടും റൈസ് വിത്ത് ഷജീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യാത്രയിൽ എന്നോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട് ലോകം മാറേണ്ടതില്ല എന്നുള്ള സത്യം നിങ്ങളുടെ മനസ്സിലാക്കുക. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. പേഴ്സണൽ സെഷൻ അവൈലബിൾ ആണ്. പേഴ്സണൽ സെഷൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജീവിതം മാറ്റാനായിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് വേണം അല്ലേ? നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ഭൂമിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ശരിക്കും തീർച്ചയായിട്ടും നമ്മളാണ് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാനല്ല. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിതം സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അല്ലേ? അപ്പൊ അതിനായിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക വലിയൊരു മാസീവ് സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ജേണിയിൽ എന്നോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർ ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റുകൾ പറയുക. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നാളെ നിങ്ങൾക്ക് കാണാം. താങ്ക് യു.